കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗവർണറെ കണ്ട ഇന്ന് രാജി സമർപ്പിച്ചേക്കും. സിദ്ധരാമയ്യയ്ക്ക് പകരം രാജ്യസഭാ സീറ്റോ മന്ത്രിസ്ഥാനമോ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അധ്യക്ഷസ്ഥാനവും സിദ്ധരാമയ്യ പക്ഷത്തിന് നൽകുമെന്നാണ് സൂചന. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും കർണാടകയിൽ ഒരു നേതൃമാറ്റത്തിലേക്ക് കടക്കുമ്പോൾ സിദ്ധരാമയ്യ ഇന്ന് രാജി സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതോടെ സിദ്ധരാമയ്യയ്ക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്ത്? കർണാടകയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനു പിന്നാലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി വരുമെന്നാണ്. പിന്നീടായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള പരസ്പര ധാരണയുടെ, ഡി.കെയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെയും പരസ്പര ധാരണ പ്രകാരം സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായി മാറുന്നത്. പിന്നീട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞാണ് സിദ്ധരാമയ്യ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ആ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഒഴിയുന്നത്. തുടർച്ചയായി തന്നെ ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യ ഇന്ന് രാജിവെക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ സിദ്ധരാമയ്യയുടെ വസതിയിൽ ഒരു യോഗമുണ്ട്. ആ യോഗത്തിലാണ് പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും നേതാക്കളും പങ്കെടുക്കും. ഈ യോഗത്തിലായിരിക്കും സിദ്ധരാമയ്യ ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന കാര്യം അറിയിക്കുക. ഈ യോഗത്തിൽ ഡി.കെ. ശിവകുമാർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നീക്കം ഇദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകി ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക എന്നാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു പിന്നോക്ക OBC മുഖമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിച്ച് പിന്നോക്ക വോട്ടുകൾ, BJPയിലേക്ക് പോകുന്ന പിന്നോക്ക വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമവും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. ഡി.കെ. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരണം നയിച്ച് അന്ന് അദ്ദേഹം കർണാടകയുടെ PCCയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടായിരുന്നു അന്നൊരു വിജയം കൊയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിച്ച ഒരു പദവിയാണെന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആരാധകരും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അണികളുമെല്ലാം പറയുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മന്ത്രിമാരും ഈ ആവശ്യം വർഷങ്ങളായി തന്നെ, കാരണം 2 വർഷം കഴിയുമ്പോൾ ഈ പിന്മാറ്റമായിരുന്നു ഡി.കെ. പക്ഷം പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്പോൾ 3 വർഷത്തിലധികമായി ഈ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയാണ്. ഇന്ന് ഈ പ്രഭാത ഭക്ഷണത്തിനിടയിലായിരിക്കും, ഈ ആഹാരം കഴിക്കുന്നതിനിടയിലായിരിക്കും ഈ നേതാക്കളോട് ഈ പ്രഖ്യാപനം നടത്തുകയും അതിനുശേഷം തന്നെ മറ്റൊരു നീക്കവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഗവർണറെ കാണാനായി കൂടിക്കാഴ്ച നടത്താനായും സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിക്കുന്നത് ഈ യോഗത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും, രാജിപ്രഖ്യാപനമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഗവർണറിനെ കണ്ട് ആ രാജിക്കത്ത് നൽകുക. എന്തായാലും അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും സുപ്രധാന പദവികളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന് അനുകൂലമായ ഒരു പച്ചക്കൊടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിൻവാങ്ങുന്നത്, രാജിവെക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും കർണാടകയിൽ ഡി.കെ. ശിവകുമാർ ഇനി അടുത്ത മുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യ ഗവർണറെ കണ്ട് ഇന്ന് രാജി സമർപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റോ മന്ത്രിസ്ഥാനമോ നൽകുമെന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.